ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ടെക് ന്യൂസ് അപ്ഡേറ്റ് ആണ്. കുറച്ചധികം ടെക്നോളജി വാർത്തകൾ. ആദ്യമായിട്ട് നമുക്ക് വിൻഡോസ് 11 കാര്യം തന്നെ നോക്കാം. വിൻഡോസ് 11 ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. നല്ലൊരു അപ്ഡേറ്റ് ആണ്. വിൻഡോസിൻ്റെ പുതിയ വേർഷനാണ്. സംഭവമൊക്കെ സെറ്റാണ്. പുതിയ അപ്ഡേറ്റ് ഒരുപാട് പേർക്ക് കിട്ടിത്തുടങ്ങി. പക്ഷേ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ മോഡൽ പി സികളിലേക്കൊന്നും ഈ അപ്ഡേറ്റ് സപ്പോർട്ട് ചെയ്യില്ല. എൻ്റെ പി സിയിലും സപ്പോർട്ട് ചെയ്യില്ല. ബട്ട് അത് പഴയ വെർഷൻ അല്ലെങ്കിൽ പഴയ പ്രൊസസ്സറുകളുള്ള ആ ഒരു പി സിയിലേക്കൊന്നും സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴേക്ക് അതിൽ ചെറിയ ചില ഇളവുകൾ വരുത്തിയിട്ടുണ്ട്. അതായത് കുറച്ചുകൂടി പഴയ പ്രൊസസ്സറുകളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇന്റൽ കോർ എക്സ് സീരീസ്, അതേപോലെ തന്നെ Xeon W സീരീസ്, പിന്നെ ഇന്റൽ കോർ 7820HQ CPUs, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ബ്ലോഗ് പോസ്റ്റ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ബ്ലോഗ് പോസ്റ്റിൽ കയറി പരിശോധിക്കാം. പുതിയ കുറേ ഡിവൈസുകളെ കൂടി അല്ലെങ്കിൽ കുറേ പ്രൊസസ്സറുകളെയും CPU കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇൻഫാക്റ്റ് ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റം അതിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടിയും അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് OnePlus Nord 2 6GB RAM വേരിയൻറ്റ് 28,000 രൂപയ്ക്ക് മറ്റും ഇറങ്ങിയ ആ 6GB RAM വേരിയൻറ്റ് അവൈലബിൾ ആയിരുന്നില്ല. അവരുടെ ആ ഒരു മാർക്കറ്റിംഗ് തന്ത്രം നമുക്കറിയാം. അത് ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ അവൈലബിൾ ആവുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് മുതൽ 30-ാം തീയതി മുതൽ അത് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ അവരുടെ സ്ക്രീൻഷോട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. അവരുടെ സൈറ്റിൽ ഇത് അവൈലബിൾ ആണ്. മറ്റുള്ള പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഈവൻ അല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അവരുടെ സൈറ്റിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം. OnePlusൻ്റെ സ്വന്തം സൈറ്റ് അല്ലേ. സോ എന്തായാലും ഈ ഒരു മോഡൽ ഇപ്പോൾ തൊട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് നോക്കാം. ഓൾറെഡി ഫോൺ നല്ല ഫോണാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോ ഉണ്ട്, കണ്ടു നോക്കുക. നല്ല ഡീസൻ്റായ OnePlus Nord ഫോണാണ്. ഒരു തരത്തിലുള്ള ഇഷ്യൂസും എനിക്കത് യൂസ് ചെയ്തപ്പോൾ ഫേസ് ചെയ്തില്ല. ഗെയിമിംഗ് അടക്കം അടിപൊളിയായിരുന്നു. ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല. ഓവറോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. നല്ലൊരു ഫോണാണ്. അപ്പോൾ മറക്കാതെ കാണുക. താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കുക. ഇപ്പോൾ സെയിൽ ആരംഭിച്ചിരിക്കുന്നു. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഓൾ തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഓൺ ടൈമിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് സാംസങ് ഗാലക്സി A52s 5G എന്ന ഫോണിൻ്റെ കാര്യം പറയാം. ഇതാണ് A52s 5G എന്ന ഫോൺ. ഈ ഒരു ഫോണിൻ്റെ സെയിൽ ആരംഭിച്ചിട്ടില്ല. പ്രീ ഓർഡർ ആരംഭിച്ചിട്ടുണ്ട്. ലോഞ്ച് ചെയ്തിട്ടില്ല. ലോഞ്ച് 3-ാം തീയതിയോ മറ്റോ ആണ് വരാൻ പോകുന്നത്. പക്ഷെ അതിനു മുമ്പേ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീ ഓർഡർ ചെയ്യാം. ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഇപ്പോഴേക്ക് അറിയില്ല. ബട്ട് റൂമറായിട്ട് ലീക്കായിട്ട് വന്നിരിക്കുന്ന വില നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. 6GB RAM 128GB സ്റ്റോറേജിന് 36,000 രൂപയും 8GB RAM 128GB സ്റ്റോറേജിന് 37,500 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേയും സ്നാപ്ഡ്രാഗൺ 778ഉം 12ഓളം 5G ബാൻഡുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു സെറ്റപ്പാണ് ഈ ഒരു ഫോൺ. ഒരു ഡീസന്റ് സാംസങ് ഫോൺ എന്ന് പറയാം. ബട്ട് യൂസ്ഡ് എക്സ്പീരിയൻസ് എൻ്റെ കയ്യിലില്ല. അത് ലോഞ്ച് ചെയ്തിട്ടില്ല. ലോഞ്ച് ചെയ്യട്ടെ, നമുക്ക് നോക്കാം. എന്തായാലും സാംസങ്ങിൻ്റെ ഫോണല്ലേ, ഒരു തിരക്കേടില്ലാത്തൊരു വിശ്വസിച്ച് വാങ്ങിക്കാൻ തോന്നുന്നവർക്ക് പ്രീ ബുക്ക് ചെയ്യാനുള്ള ടൈം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു ഹൈലൈറ്റ് കൂടിയുണ്ട്. അതായത് നമുക്ക് ഈ ഒരു ഫോണിൽ 3 വർഷത്തെ സോഫ്റ്റ്വെയർ, അതായത് OS അപ്ഡേറ്റ്, അത് കൂടാതെ 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും സാംസങ് ഓഫർ ചെയ്യുന്നുണ്ട്. 4 വർഷത്തേക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ്. OS അപ്ഡേറ്റിനേക്കാൾ ഉപരി ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സെക്യൂരിറ്റി അപ്ഡേറ്റിനാണ്. സെക്യൂരിറ്റി അപ്ഡേറ്റ് 4 വർഷത്തേക്ക് കിട്ടുകയാണ്. സോ സെക്യൂർഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ഫോൺ ഓൾറെഡി സാംസങ് നോക്സ് ഒക്കെ ഉള്ളതാണ്. സോ ഇത് 4 വർഷത്തേക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ലോങ് ടൈമിലേക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരു നല്ല ഓപ്ഷനായി. ഇനി OnePlusൻ്റെ Nord 2 സെയിൽ ആരംഭിച്ചെന്ന് നമ്മൾ പറഞ്ഞല്ലോ. നമ്മുടെ ഷവോമി റിയൽമി ടീമൊക്കെ പ്രൈസ് കൂടുതൽ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പോക്കോ M3 എന്ന ഫോണിൻ്റെ പ്രൈസ് 500 രൂപ കൂടിയിട്ടുണ്ട്. പിന്നെ റിയൽമിയിൽ C21, അതേപോലെ തന്നെ C11 അങ്ങനെയുള്ള ഫോണുകളുടെയൊക്കെ പ്രൈസ് 500 വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ റിയൽമി റെഡ്മിയും ഒരു വിലയ്ക്ക് ഒരു പ്രൈസിന് ഫോൺ ഇറക്കിയിട്ട് പിന്നെ കൂട്ടുകയാണ്. സോ കെയർഫുൾ. ഇനി അടുത്ത മാസം റിയൽമിയുടെ 1-2 ഫോണുകൾ വരുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ അപ്കമിങ് ഫോണിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. കുറേ അധികം നല്ല ഫോണുകൾ വരുന്നുണ്ട്. അതിൽ റിയൽമിയുടെ മാത്രമല്ല ഒരുപാട് ഫോണുകൾ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടി ചേർക്കാനുള്ളത്, അടുത്ത മാസം വരാൻ പോകുന്നത് റിയൽമിയുടെ 1-2 ഫോണൊന്നുമല്ല, റിയൽമി 9 സീരീസ് വരുമെന്നാണ് ഇപ്പോൾ കൂടുതൽ ലീക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റിയൽമി 9, അതേപോലെ തന്നെ റിയൽമി 9 പ്രൈം, റിയൽമി 9A, റിയൽമി 9 പ്രോ, നാർസോ 50A, നാർസോ 50i, ഇങ്ങനെ കുറേ ഫോണുകളുടെ പേരാണ് അടുത്ത മാസം പറഞ്ഞു കേൾക്കുന്നത്. കൃത്യമായിട്ട് അടുത്ത മാസം ഇതൊക്കെ ലോഞ്ച് ചെയ്യുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ബട്ട് എങ്കിലും ഒരുപാട് ഫോണുകളുടെ കാര്യം, റിയൽമി ഫോണുകളുടെ കാര്യം അടുത്ത മാസത്തേക്ക് നമ്മുടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, വേൾഡിൽ തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഗെയിമിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ത്യയിലാണെന്നാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഗെയിമേഴ്സ്. അല്ലെങ്കിൽ ഈ ഒരു കൊറോണ സിറ്റുവേഷനൊക്കെ വന്നപ്പോൾ ഒരുപാട് പേര് ഗെയിമിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഗെയിമിംഗ് ഇൻഡസ്ട്രി ഭയങ്കരമായ രീതിയിൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഇമ്പ്രൂവ് ആവുന്ന ഗെയിമിംഗ് ഇൻഡസ്ട്രികൾ നോക്കിയാൽ അതിലേറ്റവും മുമ്പിൽ നമ്മുടെ ഇന്ത്യ തന്നെയാണെന്നാണ് പറയുന്നത്. നല്ല വിഷയം.
നല്ല വിഷയം എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് ഒരു ചെറിയ പ്രശ്നങ്ങൾ വരുന്നത് ഓവറായിട്ട് ഇതിലേക്ക് അഡിക്റ്റ് ആയി പോയിട്ടുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ വേറെ നിൽക്കുന്നുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ബട്ട് അത് കൺട്രോൾ ചെയ്യുക, നിങ്ങൾ എല്ലാവരും കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യുക. കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ മുംബൈയിലോ മറ്റോ 10 ലക്ഷം രൂപ അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപയാണ് ഒരു കുട്ടി ഗെയിം കളിച്ച് കളഞ്ഞതെന്നാണ് പറയുന്നത്. സോ അങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്. അഡിക്റ്റ് ആവാതെ നോക്കുക. അഡിക്റ്റ് ആവാതെ ആരോഗ്യകരമായ രീതിയിൽ ഗെയിം കളിക്കുകയാണെങ്കിൽ നമ്മുടെ നല്ല രീതിയിൽ ഈ ഒരു ഗെയിമിംഗ് ഇൻഡസ്ട്രി ഇമ്പ്രൂവ് ആവുകയും നമുക്ക് അതിലൂടെ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. കാരണം ഗെയിമിംഗ് എന്ന് പറയുന്നത് വെറുതെ കളിച്ച് സമയം കളയുന്ന പരിപാടി മാത്രമല്ല, ഇപ്പോഴെല്ലാം അതിൽ കൂടെ ഇൻകം ധാരാളം പേര് ഉണ്ടാക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ആരോഗ്യകരമായ രീതിയിൽ ഗെയിമുകളെ മൊത്തം ഗെയിമുകളെയും BGMI അല്ലെങ്കിൽ ഫ്രീ ഫയർ എന്നല്ല, ഏത് തരം ഗെയിമുകളാണെങ്കിലും അതിനെയൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അടുത്തൊരു കാര്യം, MI 11 കാര്യങ്ങൾ തന്നെ കഴിഞ്ഞ് തുടങ്ങിയിട്ടില്ല വരവൊക്കെ. അതിനു മുമ്പേ MI 12 അൾട്ര തുടങ്ങിയ ഫോണുകൾ വരാൻ പോകുന്ന വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഈ ഫോണുകൾ വരുമ്പോൾ ഇതിനകത്ത് 200 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. സോ 200 മെഗാ പിക്സൽ ഇതിൻ്റെയൊക്കെ ആവശ്യകതയുണ്ട്. നമുക്കിപ്പോൾ അറിയാം, ഗൂഗിൾ ആയാലും ഐഫോൺ ആയാലും സാംസങ് ആയാലും ഒക്കെ, സാംസങ് ഇപ്പോൾ 100 മെഗാ പിക്സലൊക്കെ കയറുന്നുണ്ട്. എങ്കിൽ പോലും അവരൊക്കെ ഈ ഐഫോണൊക്കെ 12 മെഗാ പിക്സലോ അല്ലെങ്കിൽ ഗൂഗിളൊക്കെ 12 മെഗാ പിക്സലോ തരുന്നൊരു ക്വാളിറ്റി പോലും ഇവരൊക്കെ 100 മെഗാ പിക്സൽ വെച്ചാലും കിട്ടുന്നില്ല. 200 മെഗാ പിക്സൽ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ചെയ്യേണ്ടത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു മെഗാ പിക്സൽ 500, 1000, 2000 വെക്കലല്ല വേണ്ടത്. പകരം ഉള്ളത് 12 ആണെങ്കിലും 15 ആണെങ്കിലും 32 ആണെങ്കിലും ആ ഉള്ളതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. അതായത് അതിൻ്റെ ഒരു പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് AI ലെവലിലൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്ത് നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് തരികയല്ലേ ഇവർ ചെയ്യേണ്ടത്. അല്ലാണ്ട് കുറേ മെഗാ പിക്സൽ 200 മെഗാ പിക്സൽ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും ആരെങ്കിലുമൊക്കെ ഈ മെഗാ പിക്സൽ കണ്ടെടുക്കാൻ പോകുന്നു. ഈ കഴിഞ്ഞ ദിവസം മോട്ടോയുടെ Edge 20 ഫ്യൂഷൻ നമ്മൾ 100 മെഗാ പിക്സൽ 108 മെഗാ പിക്സലോ മറ്റോ വെച്ചുകൊണ്ടാണ് നമ്മൾ കണ്ടത്. പക്ഷെ അതിൻ്റെ ക്വാളിറ്റി നോക്കുമ്പോൾ കളർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. സോ മെഗാ പിക്സലിലൊന്നും ഒരു കാര്യമില്ല. ഇത്തരത്തിൽ പല മെഗാ പിക്സൽ വെച്ചുകൊണ്ട് പല ഫോണുകൾ വരും. അത് കണ്ടുകൊണ്ട് പോയി ഫോൺ ആരും എടുക്കരുത്. ക്യാമറ സാമ്പിളുകൾ നോക്കുക, നല്ല രീതിക്ക് നോക്കുക. ഒന്നിലധികം റിവ്യൂസ് ക്യാമറ സാമ്പിളുകൾ കണ്ടു നോക്കുക, ഒന്നിലധികം ക്യാമറ റിവ്യൂസ് കണ്ടു നോക്കുക, എന്നിട്ട് മാത്രം എടുക്കുക. മെഗാ പിക്സൽ നോക്കിക്കൊണ്ട് എടുക്കരുത്. ഇപ്പോഴത്തെ MI 12 അൾട്ര 200 മെഗാ പിക്സലും പിന്നെ 50 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിളും 50 മെഗാ പിക്സലിൻ്റെ എന്തൊക്കെയോ സൂം ലെൻസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വരാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത്. നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. കാരണം മെഗാ പിക്സലുകൾ അവർ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. വല്ല ഗുണമുണ്ടാവുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി അടുത്തൊരു കാര്യം, പോക്കോ ഫോൺ നിങ്ങൾക്ക് അവിടെ കാണാൻ എഴുതിയിരിക്കുന്നത് പോക്കോ FON പോക്കോ ഫോൺ. ഇങ്ങനെ ഒരു ഫോണാണ് പുതിയ സീരീസ് വരാൻ പോകുന്നത്. ഇത് കൂടാതെ പോക്കോയുടെ C4, പോക്കോ C3 ഉണ്ട്, പോക്കോ C4 വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ പോക്കോ X ഫോൺ അങ്ങനെ പറഞ്ഞു. അതായത് ഇപ്പോൾ X2, X3 കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതാണെന്ന് അറിയില്ല. എന്തായാലും ഒരു X സീരീസ് ഫോണും വരാൻ സാധ്യതയാണെന്നാണ് പറയുന്നത്. അടുത്ത മാസമൊന്നല്ല, ചിലപ്പോൾ അത് കഴിയുമായിരിക്കും. എന്തായാലും പുതിയ പല സർട്ടിഫിക്കേഷനുകളും ഈ പറഞ്ഞ ഫോണുകളുടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു കാര്യം, OnePlus Nord 2ൻ്റെ സെയിൽ ഈ 6GB സെയിൽ ആരംഭിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഒപ്പം തന്നെ OnePlus 9 RT ഈ ഒരു ഫോൺ 35, 37, 38 രൂപയുടെ ഇടയിലായിരിക്കും. 35 അല്ലെങ്കിൽ 34, 38 അതിൻ്റെ ഇടയിലായിരിക്കും ഇതിൻ്റെ പ്രൈസ് എന്നാണ് കേൾക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 770 ഇതിനകത്ത് പറഞ്ഞു കേൾക്കുന്നത്. ഈ ഫോൺ അടുത്ത മാസം സെക്കൻഡ് വീക്കിന് ശേഷം, അതായത് അടുത്ത മാസം അവസാന ഭാഗത്തോടു കൂടി ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. OnePlusൻ്റെ ലേറ്റസ്റ്റ് ഫോൺ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ അടുത്ത മാസം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഫോൺ തന്നെ എടുക്കാം. OnePlus 9 RT ആണ് വരാൻ പോകുന്നത്. ഇനി റിയൽമിയുടെ ഫോണുകളുടെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ ആ വരുന്ന ഫോണുകളിലെല്ലാം ഈ റാം എക്സ്പാൻഷൻ, വിവോ, ഓപ്പോ ആ ടീമൊക്കെ ഓൾറെഡി അവതരിപ്പിച്ചിട്ടുള്ള സംഭവമാണ്, പലരും ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇവരും റിയൽമിയുടെ ഇനി വരാൻ പോകുന്ന എല്ലാ ഫോണിലും റാം എക്സ്പാൻഷൻ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ പോയിട്ട് 8GB 12GB ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. 6GB എടുത്താൽ തന്നെ ചിലപ്പോൾ നമുക്കൊരു 3-4 GB ഒക്കെ സ്റ്റോറേജ് നിൽക്കുന്ന ആ റാം എക്സ്പാൻഷൻ കൂടി കൂട്ടിച്ചേർത്ത് നമുക്ക് സഫീഷ്യൻ്റായ ഒരു റാം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. റാം എക്സ്പാൻഷൻ അവരിപ്പോൾ പുതിയതായിട്ട് ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയ ഫോണുകളിലേക്ക്, റിയൽമിയുടെ ചില പഴയ ഫോണിലേക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി ഈ റാം എക്സ്പാൻഷൻ വരുമെന്നും കേൾക്കുന്നുണ്ട്. സോ റിയൽമി ഫോൺ എടുത്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത്തിരി സന്തോഷിക്കാനുള്ളൊരു വകയാണ്. കാരണം കൂടുതൽ റാം കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് സിസ്റ്റം വർക്ക് ചെയ്യുക എന്ന് തന്നെയാണ് അർത്ഥം. സോ ഈ റാം എക്സ്പാൻഷൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി പഴയ ഫോണിലേക്കും വരും. പുതിയ ഫോണുകളിലൊക്കെ റാം എക്സ്പാൻഷൻ ഉണ്ടാവുമെന്നും പറയപ്പെടുന്നു. അതായത് റിയൽമി 8i, റിയൽമി 8, 9 പ്രൈം, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ലിസ്റ്റിൽ എല്ലാ ഫോണുകളിലും റാം എക്സ്പാൻഷൻ വരുമെന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം, ആമസോണിൽ ബൈ നൗ ആൻഡ് പേ ലേറ്റർ അങ്ങനെയുള്ളൊരു ഓഫർ വരാൻ പോകണം. ഓഫറല്ല, അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരികയാണ്. US അവരത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെലക്റ്റഡ് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ. അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുക, പിന്നീട് പൈസ കൊടുത്താൽ മതി, അപ്പോഴൊന്നും കൊടുക്കണ്ട. ഒരു 50% അല്ലെങ്കിൽ കുറച്ച് പൈസ അടയ്ക്കുക, ബാക്കി പൈസ പിന്നീട് അടയ്ക്കുക. ഓൾറെഡി ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ആവശ്യമുള്ള പല പ്രോഡക്റ്റുകൾ ഇമെയിൽ കിട്ടും. എങ്കിലും ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ കുറേ കൂടി സൗകര്യപ്രദമായ കാര്യമാണെന്നാണ് പറയുന്നത്. ടെസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ, വിജയിച്ചാൽ ഇന്ത്യയിലേക്കൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കും. സോ അപ്പോൾ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ടെക് അപ്ഡേറ്റ്. കൂടുതൽ ടെക്നോളജി വാർത്തകളും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം.